മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. കുടിയ മലയാളം. മദ്യത്തിൻ്റെ വകഭേദങ്ങൾക്ക് അതിസാങ്കേതികത ഒഴിവാക്കി മദ്യപർ പറയുന്ന ഓമന പേരുകളെ ഡോക്ടർ വി പ്രബോധചന്ദ്രൻ നായർ കുടിയ മലയാളം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എട്ടടി വീരൻ, നാണം കുണുങ്ങി, പോക്കറ്റ് നോക്കി, നിലംപതി, മണവാട്ടി, സ്പീഡ്, പടയപ്പ, ആനമയക്കി, കൊട്ടുവടി, ചുറ്റിപ്പറ്റി തുടങ്ങിയ പേരുകൾ കേവലം തോന്നിയാക്ഷരങ്ങളല്ല, മറിച്ച് ഓരോ തരം മദ്യവും മദ്യപാനിയിൽ പ്രവർത്തിക്കുന്ന വീര്യത്തിൻ്റെ തോതും അവരുടെ വീരപ്രവൃത്തികളും എല്ലാം ചേർന്ന നിരീക്ഷണത്തിൻ്റെ ഭാഷാപരമായ വിലയിരുത്തൽ കൂടിയാണ്. ചിലർ മദ്യപിച്ചാൽ മറ്റുള്ളവരോട് പണം കടം ചോദിക്കുന്ന ശീലക്കാരാണ്. പോക്കറ്റ് നോക്കി എന്ന വിഭാഗത്തിലാണ് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മദ്യത്തിൻ്റെ ലഹരിയെയും മദ്യപാനിയുടെ ശരീരത്തെയും കൂട്ടിയിണക്കുന്ന സർഗാത്മക പ്രക്രിയ പ്രസ്തുത നാമകരണങ്ങളിൽ കാണാം. തെളിഞ്ഞ വാറ്റുചാരായത്തെ സൂചിപ്പിക്കാൻ പണ്ട് നിർമ്മല എന്ന് പ്രയോഗിച്ചിരുന്നു. പുതിയ തലമുറയുടെ നിഘണ്ടുവിൽ ഇവയൊന്നും കാണില്ല. അവരുടെ സ്റ്റഫും സ്കോറും ഒന്നും പഴയവർക്കും പിടികിട്ടണമെന്നില്ല. ഫിറ്റിന് ഇംഗ്ലീഷിൽ സ്യൂട്ടബിൾ എന്നാണ് അർത്ഥം. എന്നാൽ മലയാളത്തിൽ അത് ഇറുക്കവും കിറുക്കവുമാണ്. വെള്ളമടിച്ച് വെളിവില്ലാതെ ഉടുവസ്ത്രം പോലും ഊർന്നു പോകുന്നയാളെ നോക്കിയും മലയാളി പറയുന്നത് ആള് ഫിറ്റാണെന്നാണ്. അടിച്ച് ഫ്ലാറ്റ് ആവുക കുടിയന്മാരുടെ നിഘണ്ടുവിലെ മറ്റൊരു പ്രയോഗമാണ്. കുടിച്ചു പാമ്പാകുന്നത് പൊതുവിനിമയ ശേഷിയുള്ള ശൈലിയായി മാറിക്കഴിഞ്ഞു. കുടിച്ചു കൂത്താടുന്നത് മറ്റൊരു ശൈലീ പ്രയോഗമാണ്. വെറും ഒരു സ്മോൾ കഴിച്ചിട്ട് ഉല്ലാസവാനായി നടക്കുന്നതിന് തുമ്പിയാവുക എന്നാണ് പറയുക. മദ്യപിച്ചിട്ട് വൈകാരിക പ്രകടനങ്ങൾ നടത്തുന്നതിനെ സെന്റിയടിക്കുക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മദ്യപാനത്തിനിടയിൽ തർക്കമുണ്ടാകുന്നതിന് സീൻ കോൺട്രാവുക എന്നാണ് ന്യൂജൻ കുടിയന്മാർ പറയുന്നത്. കമ്പനി കൂടൽ കുടിയന്മാരുടെ സൗഹൃദ കൂട്ടായ്മയാണ്. തൊട്ടുനക്കുന്ന കറി എന്ന അർത്ഥത്തിൽ ടച്ചിങ്സ് കുടിയ മലയാളത്തിൽ കുടിയേറിയിട്ട് ഏറെ നാളായി. ഒരു കുപ്പിയിൽ നിന്നും മദ്യപിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ ദാസനും വിജയനും എന്ന് വിശേഷിപ്പിക്കുന്നത് കുടിയ മലയാളത്തിന് സിനിമയുമായുള്ള ചാർച്ചയെയും സൂചിപ്പിക്കുന്നു. ആള് വെള്ളമാണ്, വെള്ളമടിച്ചു, തണ്ണിപ്പാർട്ടിയാണ് അവർ, വൈകിട്ടെന്താ പരിപാടി, ഐസിട്ട നാരങ്ങാവെള്ളം, ഫുള്ള്, അര തുടങ്ങി തനി രൂപിമങ്ങളുടെ സവിശേഷതയോടെ കുടിയ മലയാളം വൈവിധ്യപൂർണമാകുന്നുണ്ട്. മദ്യപാനവുമായി ബന്ധപ്പെട്ട വിലക്കുകൾ പ്രതീകാത്മകമായി സൂചിപ്പിക്കാൻ പഞ്ചപകാരം എന്ന് വ്യവഹരിക്കാറുണ്ട്. പകലരുത്, സമൂഹത്തിൽ വെളിപ്പെടും. പലരരുത്, തമ്മിലടിയുണ്ടാകും. പറയരുത്, മാനക്കേടാണ്. പാലരുത്, വയറിളക്കം, ഛർദി എന്നിവയുണ്ടാകും. പഴമരുത്, ലഹരിയുടെ തീവ്രത കൂടും. ഭാഷാശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ കുടിയ മലയാളം അസഭ്യപദ സഞ്ചയമല്ല, ജീവൽ ഭാഷയുടെ ഭാഗമാണത്. നർമ്മവും പരിഹാസവും ഭാവനയും സാമൂഹിക നിരീക്ഷണവുമെല്ലാം ചേർന്ന ഭാഷാപരമായ യാഥാർത്ഥ്യമാണത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.